എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നൊരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടഭിപ്രായം വേണമെങ്കിൽ വന്നേക്കാം. പക്ഷേ ഇതൊരു റിയാലിറ്റി ആയതുകൊണ്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒത്തിരി ആൾക്കാർ ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ സംഭാവന കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. പാവപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഉള്ളിലൊരു സിമ്പതി വരുന്നു, പാവം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്. അപ്പോൾ അത് നല്ലത് തന്നെയാണ്. ആ ഒരു കാരുണ്യം കാണിക്കുക എന്നുള്ളത് നല്ലതാണ്. അതായത് ഞാൻ തെറ്റൊന്നും പറയണില്ല കേട്ടോ, തെറ്റൊന്നും പറയണില്ല, നിങ്ങൾ ചെയ്യണതിൽ വിമർശിക്കാനൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു നിങ്ങൾ അറിയാത്തൊരു രഹസ്യം എൻ്റെ ഉള്ളിലുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് അറിയാത്ത ആൾക്കാർ കുറേ പേരുണ്ട്, അറിഞ്ഞവർ കുറേ പേരുണ്ട്. പക്ഷെ എന്നാലും ജസ്റ്റ് അതിനെപ്പറ്റി ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ളൊരു വീഡിയോ ആണ്. തെറ്റിദ്ധരിക്കരുത്. ഇപ്പം നമുക്ക് ചുറ്റും കാണാൻ പറ്റും ഒരുപാട് ആളുകൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ പറ്റിക്കുന്നവർ, ഒരു ഭീമമായ എമൗണ്ടുകളൊക്കെ പറ്റിക്കുന്ന, കാശ് കടം മേടിച്ച് കൊടുക്കാതിരിക്കുന്നവർ, പറ്റിച്ച് ഭൂമി തട്ടിയെടുത്ത് മേടിക്കുന്ന ആൾക്കാർ, അതേപോലെ സമൂഹത്തിനെ മൊത്തം വഞ്ചിക്കുന്ന ആളുകൾ, ആരാണെന്നുള്ളത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ. അതേപോലുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ കുറുക്കമ്പനി നടത്തി പറ്റിച്ച് മുങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതേപോലെ ബ്ലാക്ക് മാജിക് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ, കൊലപാതകികൾ, ആൾക്കാരെ കൊല്ലുന്ന, തലക്കടിച്ച് ചുറ്റിക്കടിച്ച് കൊല്ലുന്നവർ, അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതുപോലുള്ള ആളുകളും ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ ഒരു കാലത്തിൽ കലികാലമാണ്. എല്ലാവരും പറയുന്നൊരു വാക്കാണ്, കലികാലമാണ്, രക്ഷയില്ല, നമുക്കൊന്നും രക്ഷയില്ല. നമ്മൾ നന്നായിട്ട് ചിന്തിക്കുകയും നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്ക് രക്ഷയില്ല. ഇതുപോലെ ദുഷ്ടന്മാർക്ക് നല്ല നല്ല കൊയ്ത്തുകാലമാണ്. അവന്മാരിങ്ങനെ പന പോലെ വളരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലേ, നമ്മൾ പറയുകയും ചെയ്യും. ആക്ച്വലി ഇതിനപ്പുറത്ത് ഇപ്പോൾ ഇതിങ്ങനെ ഒരാൾക്കാരെ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. ഈ മറുഭാഗത്ത് നമുക്ക് വേറൊരാൾക്കാരെ കാണാൻ പറ്റും. കണ്ണില്ലാത്ത ആൾക്കാർ, കാലില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ജനിച്ച കാലം മുതൽ രോഗിയായിട്ട് കിടക്കുന്നവർ, ആ രോഗിനെ നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ, മന്ദബുദ്ധികളായിട്ട് ജനിക്കുന്ന ആൾക്കാർ അല്ലേ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം സൈഡ് തളർന്ന് കിടക്കുന്ന ആൾക്കാർ, അതുപോലെ വിഷമിക്കുന്ന, വേദന കൊണ്ട് പൊളയുന്നവർ, ക്യാൻസർ വന്ന് കുറേ ആൾക്കാർ എടുക്കുന്നു അല്ലേ. മറ്റേ ഭാഗത്ത് കുറേ എണ്ണം അങ്ങനെയുണ്ട്, ഇപ്പുറത്ത് ഈ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ അതിൻ്റെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഉന്തിത്തള്ളി വഞ്ചി ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ആൾക്കാർ വേറെയും കാണാൻ പറ്റും. പ്രകൃതിയുടെ വലിയൊരു കളിയാണത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, അവിടെ അപ്പുറ സൈഡിൽ ഈ രോഗിയായിട്ടും മറ്റേതൊക്കെ ആയിട്ട് കിടക്കുന്ന ആളുകൾ ആരാണ്. ഇപ്പുറ സൈഡിൽ നിങ്ങൾ കാണില്ലേ ഈ ആൾ ഉപദ്രവിക്കുന്ന ആളുകൾ, ഈ സമയത്തുള്ള ഈ ആളുകൾ, അവരുടെ തന്നെ വേറൊരു വേർഷനാണ് അപ്പുറത്തുള്ളത്. എന്ന് വെച്ചാൽ ഈ ആളുകൾ അവർ മുൻജന്മങ്ങളിൽ, പഴയ ജന്മങ്ങളിൽ, ഇതിനേക്കാളും മുന്നത്തെ ജന്മങ്ങളിൽ ഇതേപോലെ ആളുകൾ ഉപദ്രവിച്ചും പറ്റിച്ചും നടന്ന ആളുകളാണ് ആ രോഗിയായിട്ട് അപ്പുറത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ വേദന അനുഭവിച്ച് കിടക്കുന്നത്. കണ്ണില്ലാത്തവർ, അല്ലെങ്കിൽ ഇതേപോലെ നോക്കാനാളില്ലാത്തവർ ഒക്കെ ആയിട്ട് കിടക്കുന്ന ആ ഒരു വിഭാഗം അവരാണ്. ഇതൊരു വലിയൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇപ്പുറത്ത് ഇത് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇവരിപ്പോൾ ഈ ജന്മത്തിലൊക്കെ കാട്ടിക്കൂട്ടും. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ അവസാനം ആകുമ്പോഴേക്കും ഇവനും ചിലപ്പോൾ നരയിച്ച് കിടക്കും. അത് നമുക്ക് കാണാൻ പറ്റാറുണ്ട് അല്ലേ. ചില ആൾക്കാരൊക്കെ നരയിച്ച് കിടക്കണമല്ലേ. പെട്ടെന്ന് ഇത് വന്നിട്ട് ഈ അടുത്ത് കാലത്ത് ഞാനങ്ങനെ ഒരു ക്ലയൻറ്റിനെ ഞാൻ കണ്ടു. അതായത് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയ ആളാണ്, വല്ലതും പറ്റിച്ചിട്ട്. പക്ഷേ പെട്ടെന്നാണ് ഒരു അസുഖം വന്നിട്ട് ICUയിൽ പോയിട്ട് അവിടെ ഇപ്പോഴും കിടക്കുകയാണ്, രക്ഷയില്ലാത്ത അവസ്ഥയിൽ. കാരണം അത് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ അടുത്ത് ഞാൻ കണ്ടതാണ് ഇങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ കർമാസാണ്. അപ്പോൾ ഈ കർമാസ് പാസ്റ്റ് ലൈഫിലുണ്ട്, ഈ ജന്മത്തിലുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ എന്താണ് ഭഗവാൻ ഒരുപാട് കാത്തിരിക്കാണ്ട് തന്നെ വേഗം കൊടുക്കുമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്താ പറഞ്ഞ പോലെ വലിയ താമസമില്ലാണ്ട് തന്നെ അത് അനുഭവിച്ച് ഈ ജന്മത്തിൽ തന്നെ തുടങ്ങാം. ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ അടുത്ത ജന്മത്തിലോട്ട് പോയിട്ട് അതിൻ്റെ ബാക്കി അനുഭവിക്കാം. ഇതാണ് സത്യം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വരെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങളപ്പോൾ ആലോചിക്കും, ഇപ്പം നമ്മൾ ആരും സഹായിക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. സഹായിക്കുന്നത് ഒരു പൊട്ടത്തരമല്ലേ. കഴിഞ്ഞ ജന്മത്തിൽ 10 പേരെ ബലാത്സംഗം ചെയ്ത ആൾക്കാരാണ് ഈ ജന്മത്തിൽ നമ്മൾ സഹായിക്കാൻ പോകണമെന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷേ കാരുണ്യം നമുക്ക് ആകാം, കുഴപ്പമില്ല. അത് നിങ്ങളുടെ സോളിൻ്റെ ഒരു ക്ലാരിറ്റിയാണ്, അല്ലെങ്കിൽ സോളിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം.
പക്ഷേ ഈ നമ്മൾ ഈ പറയുന്ന നമുക്കും ചിലപ്പോൾ കർമാസം ഉണ്ടാവും. നമുക്ക് അറിഞ്ഞൂടല്ലോ എന്താണെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തു, അതിന് മുമ്പത്തെ ജന്മത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാമോ? നമ്മളിതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇനി എന്താണ് വരാൻ പോകണമെന്ന് നമുക്കറിയാൻ പാടില്ല. ദൈവത്തിൻ്റെ ആ നിശ്ചയം എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ എനിവേ ഇതാണ് സംഭവം. ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്ന കാരണമല്ല, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാ നമ്മുടെ ഗുരുക്കന്മാരും അല്ലെങ്കിൽ എല്ലാ ആളുകളും പറയുന്ന ഒറ്റ കാര്യമാണ്. യേശു ക്രിസ്തു ആയാലും കൊള്ളാം, അല്ലെങ്കിൽ കൃഷ്ണനായാലും കൊള്ളാം, ആരായാലും പറയാം, എല്ലാവരും പറയുന്ന ഒറ്റ സാധനമാണ്: മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക, നമ്മുടെ വേർപ്പ് കൊണ്ട് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവൻ്റെ ഭക്ഷണത്തിൽ പോയി കൈയിടാതിരിക്കുക. ഇതൊക്കെ തന്നെ എല്ലാവരും പറയുന്നത് അല്ലേ? എല്ലാ ആളുകളും പറയുന്നത്, എല്ലാ മതത്തിലും ജാതിയിലുള്ള ആളുകളൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അത് കർമ്മം ഉണ്ടാക്കാതിരിക്കുക, അതാണ് ലക്ഷ്യം. കർമ്മം ഉണ്ടാക്കാതെ, മറ്റുള്ളവർ ഉപദ്രവിക്കാതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാം, ഇഷ്ടമുള്ള ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പ് ആകാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നുമല്ല വിഷയങ്ങൾ ഇതാണ്: മറ്റുള്ളവരെ ഇതുപോലെ പറ്റിച്ച് അവൻ്റെ സാധനങ്ങൾ കവർന്നെടുക്കുക എന്നുള്ള ഒരു സാധനം, അത് ആളുകളെ കൊല്ലുക. ആളുകളെ കൊല്ലാനൊന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആർക്കും ഒരു മടിയില്ല. വെറുതെ ചുമ്മാ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ആ ഒരു മനസ്സ് കുറവാണ്. പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ, ഇപ്പോൾ ഹിന്ദിക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ, അവർക്കൊന്നും യാതൊരു മടിയില്ല അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള കർമാസ് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, ഒരു നല്ല തത്വത്തിലൂടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.